ഞാൻ അഡ്വക്കേറ്റ് ബോബി മാണി. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ടെനന്റ്, അതായത് വാടകക്കാരൻ ഒരു കെട്ടിട ഉടമയുടെ ടൈറ്റിൽ ഡിനൈ ചെയ്യുകയാണെങ്കിൽ, അതായത് ഉടമസ്ഥാവകാശം തന്നെ ഡിനൈ ചെയ്യുകയും കെട്ടിടം തൻ്റെ ആണെന്ന് അവകാശപ്പെടുകയും അല്ലെങ്കിൽ മറ്റൊരാളുടെ ആണ് എന്ന് അവകാശപ്പെടുകയും ചെയ്താൽ പിന്നെ എന്താണ് നിയമം? സെക്ഷൻ 11 സ്റ്റാർട്ട് ചെയ്യുന്നത്, Notwithstanding anything to the contrary contained in any other law or contract, a tenant can be evicted whether in execution of a decree or otherwise except in accordance with the provisions of this act. ഈ നിയമപ്രകാരമല്ലാതെ ഒരു ടെനന്റിനെ ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നിയമം, ഈ സെക്ഷൻ വിവക്ഷിക്കുന്നത്. എന്നാൽ രണ്ട് പ്രൊവൈസോ ഉണ്ട്. ഫസ്റ്റ് പ്രൊവൈസോ excludes the building which belongs to government. അതായത് provided that nothing contained in this section shall apply to a tenant whose landlord is a state government or central government or other public authority notified under this act. അതായത് ഒരു പ്രൊവൈസോ കൊണ്ട് അത്തരം ആ ഭാഗങ്ങൾ കാർവ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്രകാരം വരുന്ന, അതായത് സെൻട്രൽ ഗവൺമെന്റിന്റെ ബിൽഡിങ്സ് വരുന്നത് ഈ ഇപ്രകാരം വേണ്ട, ഒഴിപ്പിക്കാൻ നേരെ ഒഴിപ്പിക്കാൻ സാധിക്കും. സെക്കൻഡ് പ്രൊവൈസോ വരുന്നത് അത് വേറെ ഒരു ഭാഗം, അതായത് പ്രൊവൈഡഡ് ഫർദർ ദാൻ when the tenant denies the title of the landlord or claims permanent tenancy. അതായത് രണ്ട് കാര്യങ്ങളാണ്. Where the tenant denies the title of the landlord or claims right of permanent tenancy, the rent control court shall decide whether the denial or claim is bona fide. അതായത് അങ്ങനെ റൈറ്റ് ഓഫ് പെർമനന്റ് ടെനൻസി ക്ലെയിം ചെയ്യുകയോ ടെനന്റ് ലാൻഡ്ലോർഡിന്റെ ടൈറ്റിൽ ഡിനൈ ചെയ്യുകയോ ചെയ്താൽ the rent control court shall decide whether the denial or claim is bona fide. അവിടെ ആ ടെനന്റ് ഡിനയൽ ബോണഫൈഡ് ആണോ എന്ന് നോക്കണം. ബോണഫൈഡ് ആണോ എന്ന് നോക്കുന്നത് ഈ ടെനന്റ് വളരെ സ്പഷ്ടമായിട്ടും വളരെ ബോധ്യത്തോടു കൂടി ആ ടൈറ്റിൽ ഡിനൈ ചെയ്തോ എന്നുള്ളതാണ് നോക്കേണ്ടത്. അല്ലാതെ ഇയാൾ ജയിക്കുമോ എന്നുള്ളത് അല്ല നോക്കേണ്ടത്. ആ ജെനുവിനെസ്സോ അല്ലെങ്കിൽ അതിന്റെ വാലിഡിറ്റിയോ അല്ല നോക്കേണ്ടത്. whether he has denied the title of the landlord bona fidely, ഇയാളുടെ ആണോ എന്ന് തെളിയിക്കണം. എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ ഡിനയൽ അല്ല, അത് നിങ്ങളുടെ അല്ല എന്ന് വളരെ അസന്ദിഗ്ധമായിട്ട് പറഞ്ഞിരിക്കണം. അങ്ങനെ പറയുന്ന അവസരത്തിൽ ഈ റെന്റ് കൺട്രോൾ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ തന്നെ ഇല്ലാതെയാവുന്നു. കാരണം റെന്റ് കൺട്രോൾ കോടതിക്ക് റെന്റ് കൺട്രോൾ മാറ്റേഴ്സ് മാത്രമേ നോക്കാനുള്ള അധികാരമുള്ളൂ. പിന്നീട് പറയുന്നത്, ആൻഡ് ഇഫ് ഇറ്റ് റെക്കോർഡ്സ് എ ഫൈൻഡിംഗ് ടു ദാറ്റ് എഫക്ട്, ദ ലാൻഡ് ലോർഡ് ഷാൽ ബി എൻടൈറ്റിൽഡ് ടു സ്യൂ ഫോർ എവിക്ഷൻ ഇൻ എ സിവിൽ കോർട്ട്. അതായത് ഈ റെന്റ് കൺട്രോൾ കോടതി ഈ ഡിനയൽ ബോണഫൈഡ് ആണ് എന്ന് കണ്ടാൽ അവിടെ ഒരു അഡ്ജുഡിക്കേഷൻ നടക്കണം. ഈ അഡ്ജുഡിക്കേഷൻ ഇല്ല, പ്ലീഡിങ്സ് നോക്കിയിട്ട് അത് വളരെ കൃത്യമായിട്ട് ഡിനൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ എന്നാൽ ഇപ്പോഴും പല കോടതികളും പറയുന്ന അവിടെ അഡ്ജുഡിക്കേഷൻ വേണം. അതായത് ഈ ടെനന്റ് ജയിക്കാനുള്ള സാധ്യതയുണ്ടോ, അതിന്റെ ആവശ്യമില്ല. ഈ ബോണഫൈഡ് ആയിട്ടും അൺഇക്വോക്കലായിട്ടും ക്ലിയർ ആയിട്ട് ആ ബോധ്യത്തോടു കൂടി ഈ ടൈറ്റിൽ ഡിനൈ ആണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ഈ ടൈറ്റിൽ ഡിനൈ ചെയ്താൽ ഈ റെന്റ് കൺട്രോൾ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ പിന്നെ ഇല്ല. പിന്നെ സിവിൽ കോടതിയാണ് നിശ്ചയിക്കേണ്ടത്. കാരണം രണ്ടു പേര് ഈ ടൈറ്റിൽ ഈ സ്ഥലം എൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ അതിൽ ഒരാൾക്ക് ടെനൻസിന്റെ റൈറ്റ്സ് കെട്ടിവെക്കുകയും മറ്റേ ആൾക്ക് ഗ്രൗണ്ടുകൾ പ്രൂവ് ചെയ്യേണ്ടി അതും കൂടെ
വരുത്തേണ്ട ആവശ്യമില്ല. അതായത് അതിലേക്ക് വരാം. And if it records a finding to that effect, the landlord shall be entitled to sue for eviction of the tenant in a civil court. And such court may pass a decree for eviction on any of the grounds mentioned in this section, കോമയാണ്. അതായത് ആ കോടതിക്ക് അതായത് സിവിൽ കോടതിക്ക് റെന്റ് കൺട്രോൾ കോടതിയുടെ അധികാരം കൂടെ കൊടുത്തിട്ടുണ്ട്. And such court may pass a decree for eviction on any of the grounds mentioned in this section, notwithstanding that the court finds that such denial does not involve forfeiture of the lease. Forfeiture of the lease ഇല്ല എന്ന് കണ്ടാൽ ഈ സിവിൽ കോടതിക്ക് ഏതെങ്കിലും ഗ്രൗണ്ടിൽ കൂടെ ഒഴിപ്പിക്കാനുള്ള അധികാരങ്ങളും ഉണ്ട്. അതായത് ഈ ഫോർഫീച്ചർ ഓഫ് ദ ലീസ് എന്താണെന്ന് അറിയണമെങ്കിൽ സെക്ഷൻ 111G(2) എന്നുള്ള ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് നോക്കണം. ഫോർഫീച്ചറിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഈ കോമ കഴിഞ്ഞിട്ടുള്ള ഭാഗം വെറുതെയാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കരുത്. അത് ആ ഫോർഫീച്ചർ അതിനു മുമ്പ് ഓൺ എനി ഓഫ് ദ ഗ്രൗണ്ട്സ് മെൻഷൻഡ് ഇൻ ദിസ് സെക്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ മറ്റൊന്നും നോക്കാതെ സിവിൽ കോടതിക്കും എന്തെങ്കിലും തീരുമാനിക്കണമെങ്കിൽ ഗ്രൗണ്ട്സിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പല കോടതികളും ചിലപ്പോൾ കാണാറുണ്ട്. എന്നാൽ അത് ശരിയല്ല. ബോണഫൈഡ് എന്ന് ആദ്യം പറഞ്ഞത് ഈസ് എ മൈൻഡ് സെറ്റ് ഓഫ് ദ ടെനന്റ്. അവിടെ തീരുമാനിക്കുന്നത് whether the tenant has intentionally and with awareness of the fact that he is denying the title of the landlord is denying the title. Whether there is evidence or whether the denial can be upheld by the civil court is not the criteria in question to determine whether the tenant's denial or claim is bona fide. ആദ്യത്തെ bona fide അതായത് the rent control court shall decide whether the denial or claim is bona fide. അതിന് ഇത്രമേ നോക്കേണ്ടിയുള്ളൂ. The words on any of the grounds mentioned in this section is not limiting the jurisdiction of the civil court to any of the grounds under Rent Control Act, but it enables the civil court to order eviction on any of the grounds available in the Rent Control Act. Besides the power of the civil court to order eviction under forfeiture of the lease by denial of title, which is in the section 111(2)(G) of the Transfer of Property Act. The Transfer of Property Act section 111(2)(G)ലാണ് forfeiture of the lease എന്ന് പറയുന്നത്. അതിനകത്ത് പറയുന്നത് 111 as lease of immovable property determines by forfeiture, that is to say, in case the lessee renounces his character as such by setting aside a title in a third person or claiming the title in himself. അതായത് ടെനന്റ് നിങ്ങളുടെ അല്ല എന്ന് പറഞ്ഞാൽ പോരാ. He should set up a title in himself or attribute the title to a third person. And അവിടെയും പോരാ. And the lessor or his transferee gives notice in writing to the lessee of his intention to determine the lease. അതായത് ഈ 3 കാര്യങ്ങൾ സംഭവിക്കണം. നിങ്ങളുടെ അല്ല, ടെനൻസി ടൈറ്റിൽ നിങ്ങളുടെ അല്ല, അത് മറ്റൊരാളുടെ ആണ്, അല്ലെങ്കിൽ എന്റെയാണ് എന്ന് ടെനന്റ് പറയണം. അതും പോരാ. അങ്ങനെ പറയുമ്പോൾ ഈ ടെനൻസി ഫോർഫീറ്റ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഈ ലാൻഡ് ലോർഡിന് ഉണ്ടാകുകയുള്ളൂ. അതനുസരിച്ച് നിങ്ങളുടെ ഡിനയൽ അല്ല, നിങ്ങളുടെ ടെനൻസി ഫോർഫീറ്റ് ചെയ്തിരിക്കുന്നു എന്നൊരു നോട്ടീസ് കൊടുക്കുന്നതോട് കൂടി മാത്രമേ ഈ ടെനൻസി ഫോർഫീറ്റ് ആവുന്നുള്ളൂ. അതാണ് പറഞ്ഞത് ആ പ്രൊവൈസോയില്. വെദർ
Notwithstanding, that court finds that such denial does not involve forfeiture of the lease. ഡിനയൽ കൊണ്ട് ഫോർഫീച്ചർ ഇല്ല എന്ന് കണ്ടാൽ, കാരണം ഈ 3 ക്രൈറ്റീരിയാസ് നിങ്ങളുടെ അല്ല എന്ന് പറയണം, മറ്റൊരാളുടെ ആണെന്ന് പറയണം, അത് അല്ലെങ്കിൽ മറ്റൊരാളുടെ അല്ല എൻ്റെ ആണെന്ന് പറയണം, ഇതും പോരാ നോട്ടീസ് വായിക്കണം ലാൻഡ് ലോഡ്. ഈ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നില്ല എങ്കിൽ 111(2)Gക്കകത്തെ ഫോർഫീച്ചർ കംപ്ലീറ്റ് ആവുന്നില്ല. അങ്ങനെ വന്നാൽ ഈ ഏതെങ്കിലും ഗ്രൗണ്ടും കൂടെ നോക്കാനുള്ള അവകാശം ഈ സിവിൽ കോടതിക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കേസ് തിരിച്ച് മൂന്നാമത്, അതായത് ആദ്യം ലാൻഡ് ലോഡ് റെന്റ് കൺട്രോൾ കോടതി കൊടുത്തു, ഫോർഫീച്ചർ ഉണ്ടോ എന്ന് നോക്കാനായിട്ട് സിവിൽ കോടതി വരും. സിവിൽ കോടതി നോക്കുമ്പോൾ ഇവിടെ ഫോർഫീച്ചർ ഇല്ല, അതുകൊണ്ട് ഇത് റെന്റ് കൺട്രോളിനെ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ട് തിരിച്ച് ഇത് റെന്റ് കൺട്രോളിന്റെ ഗ്രൗണ്ട് നോക്കണം, അതുകൊണ്ട് റെന്റ് കൺട്രോൾ കോടതിയിലോട്ട് പോകണം പറഞ്ഞു. പിന്നീട് ഈ ലാൻഡ് ലോഡ് മൂന്നാമത് റെന്റ് കൺട്രോൾ കോടതിയിലേക്ക് വരണം. അത് ഒഴിവാക്കാനാണ് ഈ റെന്റ് കൺട്രോൾ കോടതിയുടെ അധികാരം ആയ ഈ ഗ്രൗണ്ടുകൾ നോക്കാനുള്ള പവേഴ്സും കൂടെ ഈ സിവിൽ കോടതിക്ക് കൊടുത്തത്. അല്ലാതെ സിവിൽ കോടതിക്ക് ഈ റെന്റ് കൺട്രോളിന്റെ ഗ്രൗണ്ടിൽ കൂടെ മാത്രമേ ഒഴിപ്പിക്കാവുള്ളൂ എന്നുള്ളതല്ല. പക്ഷെ കോടതികളും പലപ്പോഴും കോർട്ട് മേ പാസ് എ ഡിഗ്രി ഫോർ എവിക്ഷൻ ഓൺ എനി ഓഫ് ദ ഗ്രൗണ്ട്സ് മെൻഷൻഡ് ഇൻ ദിസ് സെക്ഷൻ എന്നുള്ള കോമ കഴിഞ്ഞിട്ടുള്ള ഗ്രൗണ്ടിൽ കൂടെ ഒഴിപ്പിക്കാവുള്ളൂ എന്നുള്ള ഓൺലി ഓൺ എനി ഓഫ് ദ ഗ്രൗണ്ട്സ് ഒന്നൊന്നുമില്ല. The court may pass a decree for eviction on any of the grounds mentioned in this section, notwithstanding that such court finds that such denial does not involve forfeiture of the lease or that the claim is unfounded. അതായത് മറ്റേ ഭാഗം, അതായത് പെർമനന്റ് ടെനൻസി ഇല്ല എന്ന് കണ്ടാൽ ഗ്രൗണ്ട്സിൽ കൂടെ ഒഴിപ്പിക്കാം. പെർമനന്റ് ടെനൻസി ഉണ്ട് എന്ന് കണ്ടാൽ പിന്നെ ആ കെട്ടിടം അല്ലെങ്കിൽ ആ സ്ഥലം, ഇവിടെ സ്ഥലമൊക്കെ അല്ല കെട്ടിടം ടെനന്റിന്റെ ആയി മാറും. അപ്പോൾ പെർമനന്റ് ടെനൻസി ഇസ് എ ഡിഫറെന്റ് മാറ്റർ. അപ്പോൾ ഇതാണ് അതിന്റെ പൊസിഷൻ. പിന്നെ നമ്മൾ കുറച്ച് ഡിസിഷൻസ് നോക്കാം. ജേക്കബ് ജോൺ വേഴ്സസ് ഡോക്ടർ ജോൺ മത്തായി 2013 4 KHC 274, 2014 4 KHC 274. Tenant disputing title of the landlord and contending that he is holding the property independently. അതായത് he is claiming the title in himself. The party should be relegated to civil court. Suit decreed in favor of the landlord. The tenant cannot turn around and take the plea that he admitted tenancy. ഞാൻ ടെനൻസി അഡ്മിറ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ട് eviction can be ordered only as per the grounds under the Rent Control Act. Once title is found in favor of the landlord in the suit, merely because he had been driven to file a suit because of the order of the Rent Control Court, necessity of ordering eviction under Rent Control Act on any of the grounds mentioned herein does not arise. Building Rent Control Act can have application only when either it is admitted by the defendants in the suit that he is a tenant or that he is found by the court that there is a tenancy agreement. അതാണ് ജേക്കബ് ജോൺ വേഴ്സസ് ജോൺ മത്തായി എന്ന കേസിൽ പറഞ്ഞത്. അതായത് ഇവിടെ 2 പേര് ഈ സ്ഥലം അല്ലെങ്കിൽ ഈ കെട്ടിടം എൻ്റെ ആണെന്ന് പറയുന്നു. അതിൽ ഒരാൾ പഴയ ടെനന്റ് ആയിരുന്നു, ഒരാൾ പഴയ ലാൻഡ് ലോഡ് ആയിരുന്നു. അതിൽ ഒരാൾക്ക് ടെനൻസി റൈറ്റ് കെട്ടിവെക്കേണ്ട ഉത്തരവാദിത്വം ഈ കോടതിക്കില്ല. എന്നാൽ 2012 3 KHC 777, 2012 3 KLJ 356, Padmakshi TK versus Ammalu Amma. The claim of permanent tenancy by the tenant would only operate as a ground for eviction when the claim is not bona fide and it is false, frivolous or vexatious and have no foundation. ആണ് ആ കോടതി കണ്ടത്.
എന്നാൽ ശ്രീകുമാർ വേഴ്സസ് സരോജിനി അമ്മ 2017 KHC 657 അല്ലെങ്കിൽ 2017 3 KLJ 696. അതിനകത്ത് പറഞ്ഞു റെന്റ് കൺട്രോൾ കോഡ് ഫൗണ്ട് ദാറ്റ് ദർ ഈസ് നോ ലാൻഡ് ടെനന്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഡിസ്മിസ് ദ റെന്റ് കൺട്രോൾ പെറ്റീഷൻ. ഇൻ സച്ച് എ കേസ് ഓഫ് ഡിസ്മിസൽ the landlord need not file a suit for eviction or declaration of title and recovery of possession within the meaning of section under 11(1) Proviso അനുസരിച്ച് പോകണമെന്നില്ല. Where the landlord need only sue for a relief of mandatory injunction treating the defendant as a mere trespasser or licensee as the case may be. അങ്ങനെ പറഞ്ഞു. എന്നാൽ 2007 ഒക്കെ പറഞ്ഞത് രാധാകൃഷ്ണൻ വേഴ്സസ് അനന്തകൃഷ്ണൻ 2007 KHC 627 അല്ലെങ്കിൽ 2007 3 KLT 1009. The landlord has to prove his title and any of the grounds under Rent Control Act in order to get an order of eviction where the tenant denies the title of the landlord. അതാണ് അന്ന് 2007 പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഒരു ടെനന്റ് ടൈറ്റിൽ ഡിനൈ ചെയ്തുകൊണ്ട് മാത്രം റെന്റ് കൺട്രോൾ കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ തീർന്നു. കാരണം അവിടെ പിന്നെ എൻ്റെ ആണ് എന്ന് പറയുന്ന 2 പേരാണ്. ആ ഡിസ്പ്യൂട്ട് തീരുമാനിക്കാൻ സിവിൽ കോടതിക്ക് അധികാരമുള്ളൂ. അവിടെ വരുമ്പോൾ ഗ്രൗണ്ട് വേണം എന്ന് പറയാൻ പറ്റില്ല. ഈ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലെ 111(g)(2) ഫോർഫീച്ചർ ഓഫ് ദ ലീസ് ഇല്ല എന്ന് കണ്ടാൽ മാത്രമേ ഈ ഗ്രൗണ്ടിലേക്ക് പോകേണ്ട ആവശ്യമുള്ളൂ. അത് ആ സെക്ഷൻ വളരെ ക്ലിയർ ആണ്. Notwithstanding that the court finds that such denial does not involve forfeiture of the lease. Notwithstanding that the court finds that such denial involves forfeiture of the lease ആയിരുന്നെങ്കിൽ കോടതികൾ പറയുന്നത് ശരിയായിരുന്നു. ഈ പറയുന്ന പോലെ ഫോർഫീച്ചർ ഓഫ് ദ ലീസ് ഉണ്ടെന്ന് കണ്ടാലും ഗ്രൗണ്ടിൽ കൂടെ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. ഇതങ്ങനെയല്ല. ഫോർഫീച്ചർ ഓഫ് ദ ലീസ് ഇല്ലെന്ന് കണ്ടാൽ ഇല്ലെങ്കിൽ പിന്നെ സിവിൽ കോടതിക്ക് ഒഴിപ്പിക്കാൻ പറ്റുകയില്ല. 111(g)(2) പറയുന്നത് അങ്ങനെയാണ്. 3 കാര്യങ്ങൾ വേണം. ഈ പറയുന്ന ഡിനയൽ വേണം. ഡിനയലിന്റെ കൂടെ the tenant should put up a title in himself or in a third person. Just denying the title of the landlord does not constitute a forfeiture of the lease. When the lessor or his transferee should give a notice. സെർവ് പറഞ്ഞിട്ടില്ല, ഗിവ് എ നോട്ടീസേ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഒരു രജിസ്റ്റേർഡ് പോസ്റ്റ് പോലും വേണമെന്ന് പറയുന്നില്ല. മസ്റ്റ് ഗിവ് എ നോട്ടീസ് ഇൻ റൈറ്റിംഗ്. ചുമ്മാ പറഞ്ഞാൽ പോരാ. ടു ദ ലെസ്സി ഓഫ് ഹിസ് ഇന്റൻഷൻ ടു ഡിറ്റർമൈൻ ദ ലീസ്. അതായത് നിങ്ങൾ എൻ്റെ ടൈറ്റിൽ ഡിനൈ ചെയ്തിരിക്കുന്നത് കാരണം നിങ്ങളുടെ ടെനൻസി ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ ഫോർഫീച്ചർ ഓഫ് ദ ലീസ് ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുന്നു എന്ന നോട്ടീസ് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഫോർഫീച്ചർ കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ഇല്ലാത്ത അവസരങ്ങളിൽ ഈ സിവിൽ കോടതിക്ക് റെന്റ് കൺട്രോൾ കോടതിയുടെ ഏതെങ്കിലും ഗ്രൗണ്ടിൽ കൂടെ ഒഴിപ്പിക്കാം. എന്നാൽ ഈ കേസിനകത്ത് നഫീസു വേഴ്സസ് ഹിജറാബി 1992 KHC 240 അല്ലെങ്കിൽ 92(1) KLT 554 അല്ലെങ്കിൽ 1992(1) KLJ 561. അതിനകത്ത് പറഞ്ഞു ഈ but if the court finds that such denial does not involve forfeiture of the lease due to lack of any of the prerequisites, അതായത് ഈ 3 ഗ്രൗണ്ടിൽ കാര്യങ്ങൾ വരുന്നില്ല എന്നുണ്ടെങ്കിലും court may pass a decree for eviction on any of the grounds mentioned in this section, അതായത് സെക്ഷൻ 11. പക്ഷേ even if the landlord is not able to prove grounds for eviction under any of the grounds, അതായത് അതിനകത്ത് അങ്ങനെ വരുമ്പം ഈ ഗ്രൗണ്ടിന്റെ സിവിയറിറ്റി ഇല്ല, ആ പ്രൂവ് ചെയ്യണമെന്നില്ല, ആ ഗ്രൗണ്ടിൽ അങ്ങ് ഒഴിപ്പിച്ചാൽ മതി എന്നാണ് ഈ
നഫീസ് വേഴ്സസ് ഇദ്രാബി 92 പറഞ്ഞത്. അത് വളരെ കറക്റ്റാണ്. അതായത് സിവിൽ കോടതി ഈ ഗ്രൗണ്ടുകൾ നോക്കുമ്പോൾ റെന്റ് കൺട്രോൾ കോടതി പോലെ ഈ ടെനന്റിന് ബെനിഫിറ്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ ലാൻഡ് ലോഡാന്ന് പറഞ്ഞ ഒരാൾക്ക് പിന്നെ ടെനന്റിന്റെ ബെനിഫിറ്റ് കെട്ടിവെക്കേണ്ട ഉത്തരവാദിത്വം ഈ കോടതികൾക്കില്ല. അപ്പം അരിയേഴ്സ് ഉണ്ടെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ബോണഫൈഡ് ആണെന്ന് കെട്ടിടം ബോണഫൈഡ് ആയിട്ട് എനിക്ക് വേണം എന്നുള്ളൊരു അപേക്ഷ ഉണ്ടെങ്കിൽ പിന്നെ ആ പ്രൊവൈസോ ഒന്നും അത്ര കാര്യമായിട്ട് നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതാണ് ഡിനയൽ ഓഫ് ടൈറ്റിലിനെ പറ്റി എനിക്ക് പറയാനുള്ളത്.